വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ മഹേശ്വരൻ നമ്പൂതിരി ഭഗവാന്റെ ശുദ്ധഭക്തനായിരുന്നു. എന്നാൽ തന്റെ 2 പെൺമക്കളുടെ വിവാഹച്ചെലവിനുള്ള ആശങ്ക കൊണ്ട് ഗുരുവായൂരപ്പന്റെ സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് ചെറിയൊരു പങ്ക് മനസ്സില്ലാമനസ്സോടെ സ്വന്തമാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. പൂജാനന്തരം ചെറുതായി ആഭരണങ്ങൾ ശേഖരിച്ച് അവ വീട്ടിലേക്ക് അയക്കുകയും മകൻ സുരക്ഷിതമായി വീട്ടിൽ എത്തിക്കുകയും ചെയ്തു. ആരും സംശയിക്കാതെ വിശ്വാസത്തിന്റെ മറവിൽ എല്ലാം നടന്നിരുന്നു. ഇതിനിടെ ഭാര്യ തന്റെ മകനെ വിഷപ്പാമ്പ് കടിക്കുന്നതായി ഒരു ദുർസ്വപ്നം കണ്ടു. അധികം ശ്രദ്ധിച്ചില്ലെങ്കിലും 2 ദിവസത്തിനകം ഒരു ബ്രാഹ്മണൻ വീട്ടിലെത്തി മകനെ സർപ്പകോപം ബാധിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു. അപകടം ഒഴിവാക്കാൻ ഒരു കലത്തിൽ സ്വർണ്ണാഭരണങ്ങൾ നിറച്ച് ഒരു ദിവസം സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചു. ഭയന്ന ഭാര്യ ഭർത്താവ് അയച്ച ആഭരണങ്ങൾ എടുത്തു നിർദ്ദേശം അനുസരിച്ചു. അതിനൊപ്പം ബ്രാഹ്മണൻ ഒരു കലത്തിൽ വെള്ളവും നിറച്ചു. പിറ്റേന്ന് പുലർച്ചെ അദ്ദേഹം ഭഗവാന്റെ ആഭരണങ്ങൾ നിറച്ച കലം എടുത്ത് തിരിച്ചുപോയി. മറ്റേതിനുള്ളിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ പാമ്പ് കിടക്കുന്നുണ്ടായിരുന്നു. ഭയന്നു തീർന്ന ഭാര്യ ഭർത്താവിനെ വിവരം അറിയിച്ചു. അപ്പോൾ നമ്പൂതിരി കണ്ണുനീർ നിറച്ച് തിരിച്ചറിഞ്ഞ ബ്രാഹ്മണവേഷം ധരിച്ചത് ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു. തന്റെ തെറ്റിന് ഉപദേശമായി ഭഗവാൻ തന്നെ എത്തിയതായും അദ്ദേഹത്തിന്റെ ദയയും നീതിയെയും ഏറ്റുവഴിച്ച അവൻ മനസ്സിലാക്കി. അദ്ദേഹം ഗുരുവായൂരപ്പന്റെ പാദങ്ങൾക്കു മുന്നിൽ വീണു സത്യം വെളിപ്പെടുത്തി. കൃഷ്ണ, ഗുരുവായൂരപ്പ.